നമസ്തേ, എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷനിലെ ഒരു ഇൻസ്ട്രക്ടറാണ്. യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടറാണ്. ഏകദേശം 45 വർഷത്തിലധികമായിട്ട് ലോകമാകെ വിവിധ പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും പ്രാദേശിക ലെവലിലാണെങ്കിലും നമ്മൾ കൂടുതൽ മെഡിറ്റേഷൻസ് അതുപോലെ യോഗ പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറാണ് ഞാൻ. ഇന്ന് നമ്മൾ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ചില വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളിവിടെ വന്നിരിക്കുന്നു. നമ്മുടെ കൂടെ കൊച്ചിയിലെ ആസ്ട്രം മെഡിസിറ്റിയിലെ സീനിയർ ഓർത്തോപെഡിക് സർജനായ ശ്രീ വിജയമോഹൻ സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്റർനാഷണൽ യോഗ ഡേ വരികയാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. ആക്ച്വലി ഈ ഒരു യോഗയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ആധുനിക ഭാരതം ആധുനിക ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിട്ടാണ് യോഗയെ ഇന്ന് ലോകം കാണുന്നത്. ഇപ്പോൾ ലോകം ഇന്നൊരു ഭാരതീയ ഒരു രീതിയായിട്ടല്ല, മറിച്ച് വേൾഡ് വൈഡ് ഒരു അക്സെപ്റ്റൻസ് കിട്ടി. ഇപ്പം ആ ഒരു ദിവസം ലോകം മുഴുവൻ യോഗ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോഗയിൽ ഇത്രയും അടുത്ത് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയ്ക്ക് ഈ യോഗയുടെ ഭാരതത്തിലെ ഈ യോഗയുടെ തുടക്കം എങ്ങനെയായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? പുരാതന കാലം മുതൽക്ക് ഏകദേശം ഒരു 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ യോഗയെ കണക്കാക്കുന്നത്. എങ്കിൽ കൂടിയും നമുക്കറിയാം, നമ്മുടെ ജീവിത ശൈലിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് യോഗയെ കണക്കൂട്ടിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൽ യോഗയിൽ നമ്മൾ ശീലിക്കുന്ന പല കാര്യങ്ങളും തന്നെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. ഒരു കാലത്ത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഒരു പ്രത്യേക രീതിയിൽ ശീലിച്ചുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രം കൂടിയായിരുന്നു. പക്ഷേ അതിനുശേഷം പുതിയ പുതിയ ആളുകൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുകയും അതിനെ പ്രചാരത്തിലേക്ക് ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു ആവശ്യമാണെന്ന് വിചാരിക്കുകയും ലോകത്തിലുള്ള നിലനിൽക്കുന്ന പല പുതിയ രീതികൾക്കും അത് സപ്പോർട്ട് ചെയ്യും. സമൂഹത്തിലുണ്ടാവുന്ന അനീതികളെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് യോഗേനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് പുരാതന കാലത്തെ ആളുകൾ ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ യോഗ ദിന ആചരണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞൊരു പോയിന്റാണ്. എന്നുവെച്ചാൽ യോഗ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് യോഗാഭ്യാസങ്ങളെ കുറിച്ചാണ്, ആസനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒരു കൂടുതലും ശാരീരികമായ ഒരു പ്രക്രിയയാണ് യോഗ എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് മിക്ക ആൾക്കാരും പോകുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരുന്ന യോഗയുടെ ഡിഫറെൻ്റ് ആസ്പെക്ട്സിൽ ഒന്ന് മാത്രമാണ് ആസനാസ്. അതിന് മൈൻഡുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്, സാധനകളുണ്ട്, പല തരം യോഗകളുണ്ട്. ഇപ്പം ഹഠയോഗ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് അത് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിനെ മാത്രമല്ല യോഗ ബാധിക്കുന്നത്. ഒരു യോഗ ഒരു ഡിവൈൻ ആർട്ടായിട്ടാണ് പറയുന്നത്. എന്താണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക, സമൂഹത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ദോഷം ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മളുടെ മനസ്സിൽ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഫീലിങ്സും കുടില ബുദ്ധികളും ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ട് യോഗ ചെയ്താൽ പ്രയോജനം കിട്ടുമോ ശരിക്കും? അതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല രീതിയിലുള്ള ജീവിത ശൈലികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ചിന്താരീതികൾ, പലതരത്തിലുള്ള വിഷമങ്ങൾ, ആകുലതകൾ, പേടി, ഭയം, അതായത് നമുക്ക് ശാരീരികമായിട്ട് വരുന്ന അസുഖങ്ങൾ മാത്രമല്ല, മറിച്ച് മനസ്സിലേക്ക് വരുന്ന വിഷമങ്ങൾ കൂടിയും അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. യോഗ ശരിക്കും അതിലേക്ക് പൂർണ്ണമായും അതിനെ കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ, പേടി വരുമ്പോൾ ഒരു ഫ്യൂ ഡീപ് ബ്രീത്ത്സ് എടുത്ത് വിടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് അനുഭവത്തിലൂടെ കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. പണ്ടൊന്നും അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചിരുന്നില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുമ്പോൾ പണ്ട് പോലെ പറയാം, നിങ്ങൾ 1 മുതൽ 100 വരെ എണ്ണു, അല്ലെങ്കിൽ 10 തവണ ദീർഘശ്വാസം വിടൂ, അത് മാറിക്കിട്ടും. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ യോഗയിൽ കാണുന്നത്. കാര്യം
ശ്വസനക്രിയ യോഗയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ബോഡിയിലെ പ്യൂരിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു ജോലി ചെയ്യുന്നത് ലങ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ലങ്സിൻ്റെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ലങ്സിൻ്റെ പല ഏരിയയിലേക്കും ഈ വായു കടന്നു പോകുന്ന പോലുമില്ല. അപ്പോൾ ഒരു യോഗയുടെ തുടക്കത്തിൽ ശ്വസനക്രിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് തന്നെ നമ്മളുടെ ലങ്സിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷനും അതുവഴി രക്തത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷനും കൊണ്ടാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുക, നമ്മൾ എന്തെല്ലാമാണ് ഈ ശ്വസനക്രിയയിൽ ചെയ്യുന്നതെന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ലങ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ചും പറയുമ്പോൾ വളരെ ചുരുങ്ങിയ, അത് ഏകദേശം ഒരു 30% മുതൽ 40% വരെ കപ്പാസിറ്റി ഒരു സാധാരണ മനുഷ്യന് ഉപയോഗിക്കുന്നു. അതേസമയം നമ്മൾ ഈ ശ്വാസത്തിലെ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ യോഗയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടുത്തെ മാംസപേശികൾ വികസിക്കുന്നു, ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ നന്നാവുന്നു, ആ ഭാഗത്തേക്കുള്ള അതായത് നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ അലേർട്ടാവുന്നു. അപ്പോൾ ഇതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതി യോഗ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദീർഘശ്വാസം എടുത്ത് വിടുമ്പോൾ തന്നെ ശരീരത്തിന് ബ്രീത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ശരീരത്തിൻ്റെ മസിൽസൊക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ റിലീസ് ചെയ്യുന്നു. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം നമുക്ക് ശരീരത്തിന് ഉപയോഗമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒരു ഫ്യൂ മിനിറ്റ്സിലെ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അസുഖം വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ യാതൊരു അസുഖവും ഇല്ലാത്ത ഒരാളുകൾക്കാണെങ്കിലും ആരോഗ്യത്തെ നിലനിർത്താനും ആ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കൂടുതൽ കാലം നിലനിർത്താനും യോഗ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും പല ഇന്റേണൽ ഓർഗൻസിൻ്റെയും പ്രവർത്തനത്തിനെ ഓരോ യോഗാസനങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കാറുണ്ടെന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ യോഗയുടെ ഒരു ഭാഗമാണോ അതോ? അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സർ. യോഗ എന്ന് പറയുമ്പോൾ നമുക്കതിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് യോഗാസനാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെച്ചസ് ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിൽ തന്നെ ബ്രീത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ശ്വസനത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രാണായാമം എന്ന് പറയും. അതുപോലെ തന്നെ യോഗയുടെ നോളജ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഏതൊക്കെ തലത്തിലൂടെ നമ്മൾ ജീവിക്കണം, ഏത് ആഹാര രീതികളാണ് നല്ലത്, അങ്ങനെ ഒരു ജീവിതത്തിലെ ഫുൾ സ്പാൻ അതിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങൾ വർജിക്കണം, എന്ത് ഒഴിവാക്കണം, എന്ത് അഡോപ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിലേക്ക് വരും. ഒരുപക്ഷെ വേറൊരു ശാസ്ത്രം ഇതിനെക്കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. സ്ഥിരമായി യോഗ ചെയ്യുന്ന ഒരാൾ ഒരു പ്രത്യേക ഭക്ഷണക്രമം പാലിക്കണം അങ്ങനെ നിർബന്ധം വല്ലതും യോഗാശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ? അതിൽ ശരിക്കും പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾ ഇന്നത് കഴിക്കൂ എന്ന് അതിൽ കൃത്യമായിട്ട് ഒരിടത്തും പറയുന്നില്ല. പക്ഷെ നമ്മൾ പൊതുവേ പാലിക്കുന്ന ഒരു രീതി എന്നാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ട് ദഹിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന നല്ല ആഹാരമാണ് നാളത്തെ നമ്മുടെ ശരീരവും നാളത്തെ നമ്മുടെ മനസ്സും ചിന്തകളും പ്രവർത്തികളുമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ നല്ല ആഹാരം നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ അത്രയും ഒരു നന്മ, നമ്മളുടെ ഉദ്ദേശശുദ്ധി, അതുപോലെ ജീവിതത്തിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതെല്ലാം നമ്മുടെ കൂടി വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു താമസ ഭക്ഷണം കഴിക്കുന്ന ഒരാളെക്കാളും ഒരു സാത്വിക ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് യോഗ കൊണ്ടുള്ള പ്രയോജനങ്ങൾ കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും. ഇനി അഥവാ തന്നെ ഇപ്പോൾ നമ്മൾ താമസികമായിട്ടുള്ള അല്ലെങ്കിൽ രാജസികമായിട്ടുള്ള ഒരു ആഹാര രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോളൂ, നമ്മൾ യോഗയെക്കുറിച്ച് മനസ്സിലാക്കി യോഗയിൽ ചെറിയ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ചെയ്യാനുണ്ടെന്ന്. നാച്ചുറലി അതെ ആ അഡോപ്ഷൻ. അപ്പോൾ യോഗ ശീലിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രാണായാമത്തിനെ, ശ്വസനത്തെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷണമാവാനും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് റിജക്റ്റ് ആവാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി നമുക്കുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും നമ്മൾ ഒരു സെൽഫ് കൺട്രോൾ, അതായത് നമ്മളുടെ മനസ്സിൽ കുറച്ചുകൂടി നിയന്ത്രണം നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ വിചാരങ്ങളെയും വിക്ഷോഭങ്ങളെയും ഒരു പരിധിവരെ സ്ഥിരമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അതിനൊരു സ്വാധീനം ഉണ്ടാവും എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും സർ. കാരണം അതിനാണ് യോഗയുടെ നോളജ് നമ്മളെ സഹായിക്കുന്നത്. അതായത് ഓരോ തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് അതിന് ഏത് രീതിയിൽ നമുക്ക് സംയമനം പാലിക്കണം, എങ്ങനെ നമുക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റും, അതുപോലെ ടോളറൻസ് നമുക്ക് എങ്ങനെ അതിനെ ആത്മസംയമനത്തോടു കൂട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് യോഗ ശ്വസന രീതികൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പം കഴിയും.
അതെ അതെ. അത് മാത്രമല്ല, നമ്മൾ ശ്വസനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശരീരവും മനസ്സും കുറച്ചുകൂടി സെൻസിറ്റീവ് ആവും. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നിഷേധ വികാരങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വയം അതിനെ ബാലൻസ് ചെയ്യാനും പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈഗോ, നമ്മുടെ നിഷേധ വികാരങ്ങളെ ദേഷ്യം, അസൂയ, ഇതൊക്കെ നമ്മളിൽ സാധാരണ ഒരു മനുഷ്യനിൽ എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ പോക്കറ്റിലിട്ട് അവിടെ അതിനെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാൻ പറയും. അതെ. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചലഞ്ച്, ഇപ്പോൾ നമ്മൾ ഈഗോയെ കുറിച്ച് പറയുന്നു. ഈഗോ നല്ലതാണ്. എല്ലാവരും പറയും ഈഗോ ഉണ്ടാവരുത്, നമ്മൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട്. അല്ല, ഈഗോ നല്ലതാണ്. ഏതർത്ഥത്തിലാണ് നല്ലതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഈഗോ നമ്മുടെ മുന്നിലൊരു ചലഞ്ച് വരുവാണ്. ആ സമയത്ത് നമ്മുടെ ഈഗോ കാണിക്കുമ്പോൾ, നമ്മുടെ വാലർ കാണിക്കുമ്പോൾ നമുക്കതിനെ കൂടുതൽ ശക്തിയുക്തം അതിനെ നേരിടാനും അതിനെ ഓവർകം ചെയ്യാനും പറ്റും. പക്ഷേ ഇന്നത്തെ ജീവിത രീതിയിൽ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആർക്കും ആ ഒരു ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നില്ല. കാരണം സ്വന്തം ആത്മബലത്തെക്കുറിച്ച്, നമ്മുടെ ശ്വാസത്തെക്കുറിച്ച് പോലും നമ്മൾ അവെയർ ആവുന്നില്ല. അൺലെസ് നമുക്ക് ഒരു ദുർഗന്ധം വരുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതേസമയം ഞാനൊരു ഓർത്തോപെഡിക് സർജനാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫിസിയോതെറാപ്പി ഓർത്തോപെഡിക്സിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഇപ്പോൾ അത് സർജറി ചെയ്യുന്ന ആൾക്കാർക്കായാലും സർജറി ചെയ്യാത്ത ആൾക്കാർക്കായാലും എല്ലാം. അപ്പോൾ അതിൽ ഇപ്പം ബാക്ക് പെയിൻ, സ്പൈനൽ എക്സസൈസസ്, കോർ മസിൽ സ്ട്രെങ്തനിങ്, ഹിപ്പ് എക്സസൈസസ്, പെൽവിക് എക്സസൈസസ്, ഷോൾഡർ എക്സസൈസസ്, നെക്ക് എക്സസൈസസ്, ഫുഡ് തന്നെ ഏത് നോക്കിയാലും മിക്കവാറും എല്ലാം തന്നെ യോഗ പോസ്റ്റേഴ്സ് ഇന്ന് തന്നെ. ഇപ്പം സ്പൈനൽ എക്സസൈസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഈ അർത്ഥമേരുദണ്ഡാസനവും, മേരുദണ്ഡാസനവും, ശലഭാസനവും, ടൈഗർ ബ്രീതിങ്ങും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് വളരെ എനിക്ക് തോന്നുന്ന ഒരു യോഗയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ മുൻ ആൾക്കാർ ഇത് അഡാപ്റ്റ് ചെയ്തെടുത്തത്. പക്ഷെ അതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ എക്സ്റ്റൻഷൻ എക്സസൈസ് മാത്രമേ ചെയ്യാവൂ, ഫ്ലെക്ഷൻ എക്സസൈസ് ചെയ്യരുത്, ഇത്ര നാൾ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അറിയാതെ ഈ ചെയ്യാൻ പാടില്ലാത്ത യോഗ ചെയ്താൽ അത് നെഗറ്റീവ് എഫക്റ്റ് വരാൻ സാധ്യതയല്ലേ, ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ലേ? ചില കേസുകളിൽ അതുണ്ടാവാം സാർ. ചില നമ്മുടെ ശാരീരികമായ കണ്ടീഷൻസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിൽ ശരിക്കും വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ജനറലായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന തരത്തിലല്ല അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമുക്കറിയാം, ഒരു പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പവനമുക്താസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഏതൊരാളെക്കുറിച്ച് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരാളോട് ചെയ്യാൻ പറയുമ്പോൾ ആ ആളുടെ ശരീരം അനുവദിക്കുന്ന രീതിയിലൂടെ നമ്മൾ തുടങ്ങും, അത് അസസ് ചെയ്തിട്ട്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിച്ചിട്ട് സ്വയം യോഗ ചെയ്യുന്ന ഒരു നല്ല ശീലമല്ല. ഒരു യോഗാചാര്യന്റെ കീഴിൽ അത് യോഗ ശരിക്കും ശാസ്ത്രീയമായി പഠിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് അല്ലേ? തീർച്ചയായിട്ടും. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവം ആളുകൾക്ക് ഒരു യുക്തിപൂർവമായിട്ട് അതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. സപ്പോസ് നമ്മളൊരു വാഹനം ഓടിക്കാൻ പഠിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരാൾ നമ്മളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞുതരും, എങ്ങോട്ട് തിരിക്കണം, ബ്രേക്ക് എങ്ങനെ ചവിട്ടണം. അപ്പോൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഒരു സെർട്ടൻ ലെവൽ കഴിയുമ്പോൾ നമ്മൾ തനിയെ ഓടിച്ചു തുടങ്ങാൻ തുടങ്ങും. നമുക്ക് കുറച്ചുകൂടെ കേപ്പബിൾ ആവും ആ കാര്യത്തിലേക്ക്. അതുപോലെ തന്നെ ഏതൊരു കാര്യം നമുക്ക് ശീലിക്കുന്നതിനും ഒരു ടീച്ചർ, ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ട്രെയിനർ നമുക്ക് ആവശ്യമാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് ഒരു ട്രെയിനർക്കേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു മാർഗനിർദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കാണുന്നത് മാത്രമല്ല ശരീരം. സാറിന് അറിയാലോ, നമുക്കത് ശരീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന വ്യത്യാസങ്ങളെ സെൻസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ഡീപ്പർ ലെവലിലുള്ള അറിവുകളും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഒരു വ്യക്തമായ ഒരു ട്രെയിനിങ്, അതിന് ഒരു പരിശീലനം, ഒരു പരിശീലകന്റെ കീഴിൽ തന്നെ നമ്മൾ അതിനെ ശീലിച്ച് ക്രമത്തിൽ ചെയ്തു വരിക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ട്, ഒരു ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ട്, ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് യോഗ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പനിയുള്ള സമയത്ത് മഴ നനയാൻ പോകരുതെന്ന് പറയും. അത് ഏത് മരുന്ന് കഴിച്ചാലും, ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലോപ്പതി ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ആ മരുന്ന് കഴിച്ചിട്ട് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ശരീരത്തിന് കുറച്ച് സമയം വേണം. ആ സമയത്ത് നമ്മൾ പരിപൂർണമായിട്ട് വിശ്രമിക്കുകയാണെങ്കിൽ
ആ മരുന്ന് കഴിച്ചതിൻ്റെ എഫക്റ്റ് ശരീരത്തിലുണ്ടാവും. ശരീരത്തിന് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ എളുപ്പം പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഒരു പരസ്പരമായിട്ടൊരു റെസ്ട്രിക്ഷൻ വരും ശരിക്കും പറഞ്ഞാൽ. അതെ അതെ. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പേഷ്യൻസ് പറയുമ്പോൾ പറയാറുണ്ട്, ഈ സ്പോർട്സ് ഇഞ്ചുറി വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നുമില്ല നേരെ പോയി കളിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ അതിനൊരു ക്രമമുണ്ട്, ഒരു വാമപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സ്പോർട്സിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂർ കളിക്കുകയാണെങ്കിൽ ഏകദേശം അത്രയും ആ കളിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വാമപ്പിൽ ഒരു 10-15 മിനിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രൗണ്ടിലേക്ക് പോകാമെന്നുള്ളതാണ് ശരിക്കും ശാസ്ത്രം. പക്ഷേ ആൾക്കാർ ചെയ്യില്ല, അങ്ങനെയാണ് ഇഞ്ചുറി വരുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു വാം ഡൗൺ ഉണ്ട്. ഈ വാമപ്പ് ചെയ്തതുപോലെ വാം ഡൗൺ ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഇഞ്ചുറി വരാതെ സ്പോർട്സ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ യോഗയും അങ്ങനെ തന്നെയാണ്. ഒരു ശ്വസനക്രിയയിൽ തുടങ്ങിയിട്ട് ഒരു പ്രാണായാമം കഴിഞ്ഞിട്ട് ആസനങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ശവാസനം. അതെ, ശവാസനം ചെയ്യാതെ ഇത് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വാമിംഗ് ഡൗൺ ചെയ്യാതെ പോകുന്നു. തീർച്ചയായിട്ടും. പക്ഷെ പലരും പറയുന്നൊരു ശവാസനം ഒഴിവാക്കുന്നതിന് തന്നെ അത് കിടന്ന് ഉറങ്ങിപ്പോകുന്നു എല്ലാവരും പറഞ്ഞു. പക്ഷെ യോഗയിൽ പലരും ഇതാരും ചെയ്യാറില്ല. സമയക്കുറവ് മൂലം കുറച്ച് ആസനങ്ങൾ മാത്രം ചെയ്തു പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് ശരിക്കും പ്രയോജനം കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഓടിക്കയറുമ്പോൾ നമുക്ക് ആ ഓടിക്കയറാനുള്ള സ്ട്രെങ്ത് നമ്മുടെ ശരീരത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഴും. അതെ അതെ. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങാൻ ശ്രമിച്ചാലും വി വിൽ ബി ഇൻ ഡേഞ്ചർ. അതെ. ആ സെയിം സിറ്റുവേഷൻ നമ്മുടെ ഈ പരിശീലനത്തിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തും. സപ്പോസ് ഒരു പ്രസംഗം നടത്താൻ പോവുകയാണെങ്കിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നുള്ളത് ആ ആൾ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തും. അതുപോലെ തന്നെ യോഗ പരിശീലിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിനെ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ശ്വാസത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ആ ശ്വാസത്തിൻ്റെ റിതം ഒന്ന് മനസ്സിലാക്കുക, അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യിപ്പിക്കുക. അതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരോ മൂവ്മെൻറ്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫ്ലോ. അതായത് നമ്മുടെ ഈ എല്ലാത്തിനും ഒരു റിതം ഉണ്ട്, ആ ഒരു ഇത്. അപ്പോൾ അതിന് ആ താളാത്മകമായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ അതാണ് ശരിക്കും ശരീരത്തിന് ഗുണം കിട്ടുക. ഈ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പം ഈ എസ്പെഷ്യലി ആദ്യം ശ്വസനക്രിയ, യമം, നിയമം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് യോഗാസനം, ശവാസനങ്ങൾ, ഇതിനപ്പുറം ഒരു തലമുണ്ടല്ലോ യോഗയ്ക്ക്. കുറേ ഉണ്ട്. പലപ്പോഴും ഒരു പക്ഷേ സാധാരണ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു തലമുണ്ടല്ലേ, ആ ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ യോഗ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ആസന മാത്രമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോഴാണ് അത് പലർക്കും അപ്രാപ്യമായിട്ട് വരിക. യോഗയിലെ നോളജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ നമ്മൾ എങ്ങനെ നേരിടാന്നുള്ള അറിവ് അതിൽ നിന്ന് നേടുക, അതുപോലെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവുക. നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. അതായത് പണ്ട് ജ്ഞാനപ്പാനയിൽ പറഞ്ഞതുപോലെ 10 കിട്ടികൾ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് അവിടെ വേണ്ടത് തന്നെ വെച്ചാൽ യോഗ പ്രാക്ടീസിലും അത് തന്നെ പറയേണ്ടത് സ്ഥിരം സുഖമാസന. നമ്മൾ കുറച്ച് ചെയ്യുക, അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സുഖമായിട്ടിരിക്കുക, അതിൽ സ്ഥിരതയോട് കൂടിയിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ക്രമത്തിൽ തുടങ്ങുക, റിലാക്സ് ചെയ്യുക, വീണ്ടും അടുത്തതിലേക്ക് പോവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടും. മാനസികമായിട്ട് നമുക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു തലം നമുക്ക് സ്വയമേ കൈവരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളതിനെ നമുക്ക് ആദരവോടുകൂടിയിട്ട് നോക്കിക്കാണാനും, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അതർഹിക്കുന്ന ബഹുമാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ അതിനെ സ്നേഹത്തോടു കൂടിയിട്ട് നോക്കിക്കാണാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് ഈ ലോകത്ത്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്നതിലേക്കാണ് നമ്മുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ടു പോവുക. ശരിക്കും അതിനേക്കാൾ കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് ഒന്നും നേടാനല്ല, മറിച്ച് ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിയായ യോഗയിലേക്ക് എത്തിപ്പെടുന്നത്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ആ ഒരു ചിന്താശകലം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഈ പ്രാക്ടീസിലൂടെയാണ്. അതെ. നമ്മളിപ്പോൾ എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ എക്സസൈസ് നമ്മളെ ബോഡിക്ക് ഒരു ഷേപ്പ് തരും, കൂടുതൽ ശക്തി തരും, നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ഈസി ആക്കും, കാണാനൊരു ഭംഗി വരും, അതൊക്കെയാണ്. പിന്നെ ഒരു മാനുവറബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ എത്ര നാൾ ജീവിക്കുന്നോ അത്രയും നാൾ സുഖമായി ജീവിക്കാൻ എക്സസൈസ് നമ്മളെ സഹായിക്കും. പക്ഷേ എക്സസൈസ് നമ്മൾ ആയുർവേദർക്കും കൂട്ടുന്നൊന്നുമില്ല, അത് വളരെ തെറ്റായ ധാരണയാണ്.
സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കും. അങ്ങനെ പഠനങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല. യോഗ ശരിക്കും ആയുർദൈർഘ്യവുമായി ബന്ധമുണ്ടോ? അങ്ങനെ ശാസ്ത്രങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ആയുർദൈർഘ്യത്തിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജീവിച്ചിരിക്കുന്ന നാളുകൾ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കാര്യം. നന്നായിട്ട് ജീവിക്കുക. നമ്മൾ മനസ്സ് മടുത്ത് വേറെ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും വരുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുക കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും കഷ്ടം എന്നുള്ള ഏറ്റവും കഷ്ടമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. ജീവിച്ചിരിക്കലും എന്ന് പറയാം. അതെ. കാരണം എന്താ വെച്ചാൽ അതേസമയം നമ്മൾ ഒരു റാൻഡം കൈൻഡ് ഓഫ് ആക്ട്നെസ്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട്, എന്തൊക്കെയുണ്ട്, സുഖാണോ, വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങാനോ ഉള്ളൊരു പ്രാപ്തി നമ്മൾ കാണിച്ചു തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതെ അതെ, അതാണ് ശരിക്കും പറഞ്ഞ ജീവിതം. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ആവശ്യം വേണ്ടതും അത് തന്നെയാണ്. പല തലവന്മാരുടെയും രാജ്യങ്ങളുടെയും സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോഴും ശരിക്കും ഭാരതം ഈ കണ്ടുപിടിച്ച യോഗ എന്ന ശാസ്ത്രശാഖ ഇന്നത്തെ സമൂഹത്തിന് എത്രത്തോളം ഉപയോഗപ്രദമാണെന്നുള്ള നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് പോലും അതിൻ്റെ ശരിയായ ഒരു ഉപയോഗമോ അതെങ്ങനെ ഉപയോഗിക്കണമെന്നോ ശരിക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ ആൾക്കാർ, എസ്പെഷ്യലി ഭാരതീയരെങ്കിലും ഇത് യോഗ ചെയ്തു തുടങ്ങുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷേ ലോകം തന്നെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു സെർട്ടൻ ആളുകൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സെർട്ടൻ ഏജിലേക്ക് മാത്രമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് യോഗ ഇപ്പോൾ ഭയങ്കര പ്രചാരത്തിലേക്ക് യോഗ വന്നിട്ടുണ്ട്. അതിന് പണ്ടുള്ള ആളുകളുടെ മിടുക്കും അന്നുള്ള ആളുകളുടെ ചിന്താരീതി കൊണ്ടാണ് ഈ ഇത്രയും പ്രചാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നും അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരു സംശയം, ഇതിനൊരു മിനിമം ഏജ് ഉണ്ടോ? സാധാരണ കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമല്ലോ. യോഗയ്ക്ക് ഒരു മിനിമം ഏജ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശരിക്കും ചിന്തിച്ചു നോക്കൂ. ഒരു ഭൂജാതനായിട്ടുള്ള ശിശു ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയോ മൂവ്മെന്റ്സ് ചെയ്തു തുടങ്ങും. അതെ, ആ മൂവ്മെന്റ്സ് ശരിക്കും യോഗയല്ലേ? അവര് ട്രമെൻഡസ് യോഗാസനാസ്, അതായത് മുതിർന്ന ഒരാൾ കാണിക്കണേക്കാളും ഏറ്റവും ഭംഗിയായിട്ടൊരു കുട്ടി ആസനാസ് ചെയ്യും, പവനമുക്താസനം ചെയ്യും, അല്ലേ? എല്ലാ തരത്തിലുള്ള ആസനാസും അവർക്ക് ഈസി ആയിട്ട് വരും. ആ കുട്ടി അത് തുടങ്ങുന്നത് തന്നെ, അവരുടെ ആക്ഷൻ തുടങ്ങുന്നത് തന്നെ ശ്വസനത്തിലൂടെയാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഹേലാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, എന്നിട്ടാണ് നമ്മൾ കരയുന്നത്. ശ്വാസം എടുത്തിട്ട് ആ ശ്വാസം വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തീരുകയും ചെയ്യും. ലൈഫിലെ ഏറ്റവും അവസാനത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആൻഡ് ഇൻഹേലേഷൻ ആൻഡ് എക്സലേഷൻ, ദാറ്റ് ഈസ് ലൈഫ്. ഇത് ഈ ഒരു ബ്രോഡ് ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നോട്ട് ഇവൻ എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ. അവിടെ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് കൂടുതൽ വാല്യൂബിൾ ആവുക. പിന്നെ നമ്മൾ ഒരിക്കലും ഈ പെറ്റി തിങ്സിന് വേണ്ടിയിട്ട് അവനെന്നെ തോണ്ടി, അല്ലെങ്കിൽ അവളെങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് പറ്റി, അല്ലെങ്കിൽ വിഷമമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരിക്കലും വിഷമിച്ചിരിക്കില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു വേൾഡിൽ സമാധാനമായി ജീവിക്കാനും ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഒരു വജ്രായുധമാണ് ഭാരതം കണ്ടുപിടിച്ചിരുന്ന യോഗ എന്നുള്ളത്. ഐ തിങ്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനും ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ ഒരു നല്ല ലോകം അല്ലെങ്കിൽ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാനും നമുക്ക് ഓരോരുത്തരും കഴിയേണ്ടതാണ്. ഐ തിങ്ക് ഈ ഒരു യോഗ ഡേ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ യോഗ ഡേയുടെ സെലിബ്രേഷൻ തന്നെ നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഒരു കാലത്ത് ഭാരതത്തിനെ കുറിച്ച് എല്ലാവരും വിചാരിച്ചിരുന്നത് ഏറ്റവും മോശമായ ഒരു രാജ്യം, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത കുറേ ആൾക്കാരുള്ള രാജ്യം, അങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതേസമയം ലോകത്തിലെ സകല വിഭാഗത്തിലെ എല്ലാ രാജ്യക്കാരും ഉറ്റുനോക്കുന്നത് ഭാരതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. ഭാരതത്തിന് ഈ ഒരു കഴിവ് വന്നിരിക്കുന്ന ഇതുപോലുള്ള പ്രചാരത്തിലുള്ള നമ്മുടെ പൂർവിക സ്വത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവിപ്പോന്നല്ല, പണ്ടേ ഉണ്ടായിരുന്നതാണോ? ഇടയ്ക്കൊരു ചെറിയ ഗ്രഹണം വന്നു, ആ ഗ്രഹണം മാറി, ഇപ്പോൾ വീണ്ടും സൂര്യൻ പ്രകാശിച്ചു തുടങ്ങി, അങ്ങനെ മാത്രമേ ഉള്ളൂ.